പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. 8 ദിവസമായിട്ട് ഒരു മഴയൊക്കെ നനഞ്ഞൊരു പനി പിടിച്ചങ്ങ് കിടപ്പായിപ്പോയി. അതുകൊണ്ട് വലിയ പ്രയാസമായിപ്പോയി. ഇപ്പോഴും പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല. എന്നാൽ ഈ ടച്ച് വിടരുത്, ദൈവത്തിൻ്റെ ആ സാമീപ്യം വിട്ടു പോകരുത്. താമസിക്കും തോറും ചിലപ്പോൾ അങ്ങനെയായിപ്പോകും. അതുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3-ാം അധ്യായത്തിൽ നമ്മൾ ഏതാണ്ട് 9 വാക്യം വരെ നമ്മൾ എടുത്തെന്ന് തോന്നുന്നു. ഇപ്പോൾ മനുഷ്യൻ്റെ അധപതനത്തെപ്പറ്റി, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് അവൻ അധപതിച്ചു പോയി ധാർമ്മികമായിട്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യാവിഷ്ഠിച്ച ഉറവിടത്തിൽ നിന്നുള്ള ആ രചനയായിരുന്നു 3, 4, 5, 6 അധ്യായങ്ങളിൽ. അപ്പോൾ അത് നമ്മൾ 3-ാം അധ്യായം ആ തുടക്കമായി 8, 9 വാക്യങ്ങളിൽ പ്രവേശിച്ചു. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, അകന്നു, ദൈവത്തിൽ നിന്നകന്നു. അപ്പോൾ പാപിയായ മനുഷ്യനെ ദൈവം അന്വേഷിച്ച് വരുന്ന ആ ചിത്രമാണ് നമ്മൾ കണ്ടത്, ആ സംഭവമാണ്. അങ്ങനെ പാപം ചെയ്ത മനുഷ്യനെ ദൈവം അങ്ങനെ തള്ളിക്കളയുന്നില്ല പൂർണ്ണമായിട്ട്. ഇന്നും അന്നും ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. എപ്പോഴും അങ്ങനെയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അല്ല, പാപിയെ തള്ളിക്കളഞ്ഞ് അകന്നു പോകുന്ന ഒരു ദൈവമല്ല, അവനെ ശിക്ഷിച്ച് അവനെ ശപിച്ചു പോകുന്ന ഒരു ദൈവമല്ല. എപ്പോഴും പാപിയോട് കരുണ കാണിക്കുന്നവനാണ്, പാപിയെ തേടി വരുന്നവനാണ്. ദൈവം എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾക്കറിയാം. ദൈവത്തോടുകൂടി എപ്പോഴും ആയിരിക്കുന്നതിനാണ്. ദൈവത്തിനും നമ്മോട് ആ മനുഷ്യൻ്റെ കൂടെ ആയിരിക്കണം, മനുഷ്യനും ദൈവത്തോടു കൂടി ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ദൈവം ഉണ്ടാക്കിയത്. അതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന് ഒറ്റയ്ക്കേകനായിട്ട് മാലാഖമാരുടെ സ്തുതിയും സ്വീകരിച്ച് കഴിയുന്നതിന് ആയിരുന്നില്ല, മാത്രമായിട്ടല്ല ഇത് ഭൂമിയും പ്രപഞ്ചത്തെയും എല്ലാം സൃഷ്ടിച്ചത്. അപ്പം ലൂസിഫറിൻ്റെയും പിഴച്ച മാലാഖമാരുടെയൊക്കെ ചരിത്രം, നാളെ സംഭവങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം മനുഷ്യൻ തെറ്റുകയും അവൻ തെറ്റിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് രക്ഷാകര പദ്ധതി ഒരുക്കും. അപ്പോൾ അതിനുവേണ്ടി അവതരിക്കേണ്ട ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിക്കണം. ആ ദൈവത്തെ അത് നിങ്ങൾ ആരാധിക്കണം, ശുശ്രൂഷിക്കണം എന്നുള്ള ആ ഒരു അവതരണത്തിലാണ് അവർ ഒരു കൂട്ടം തെറ്റിപ്പോയത് ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ. കാരണം മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവൻ, ഹീനമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നവനെ ആരാധിക്കാൻ ഞങ്ങളില്ല. കാരണം ആരാണ്? യേശു വരുന്നത് തൻ്റെ പ്രിയപുത്രൻ, തൃത്വത്തിലെ 2-ാം ആളായ പുത്രൻ തമ്പുരാൻ അവതരിക്കുന്നത് മനുഷ്യനായിട്ടാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഒരു സാദൃശ്യം, ഛായയും സാദൃശ്യവും ദൈവത്തിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യനെ ഇന്ന് ഈ രൂപത്തിൽ, നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചത്. കാരണം യേശു ജനിക്കാനിരിക്കുന്ന, ഭൂമിയിൽ വരാനിരിക്കുന്ന രൂപം ഇത് തന്നെയാണ്. അപ്പോൾ ദൈവ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായതും ഇത് തന്നെയാണെന്ന് ദൈവം കണ്ടു എല്ലാം. അപ്പോൾ മനുഷ്യൻ ദൈവത്തോടു കൂടി ആയിരുന്നപ്പോൾ എല്ലാം നല്ലതായിരുന്നു എന്ന് ദൈവം പറയുകയും ചെയ്തു. മനുഷ്യനും അത് കണ്ടു. സർവ്വചരാചരങ്ങളുടെയും സർവ്വതിൻ്റെയും ആധിപത്യവും അവകാശവും ദൈവത്തിന്, ഉടമയായ ദൈവത്തിനുള്ളത് മനുഷ്യൻ അങ്ങ് കൊടുത്തു ദൈവം കൈമാറി കഴിഞ്ഞു. അപ്പോഴും മനുഷ്യന് അതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള ഒരറിവ് കിട്ടിയിട്ടില്ലെന്ന് വേണം ധരിക്കാൻ. അതുകൊണ്ടാണല്ലോ ഇതിന് ഉടനെ അവൻ ഈ തെറ്റ് ചെയ്തത്, പൂർണ്ണമായ കൂടുതൽ അറിവ് കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. കാരണം അത് മനുഷ്യന് ചിന്തിക്കേണ്ടുന്ന കാര്യമല്ല. ദൈവം അവന് ആവശ്യത്തിനുള്ളതെല്ലാം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം അറിവ് വേണം, എന്തുമാത്രം വളരണം, എന്തുമാത്രം ഔന്നത്യത്തിലാകണം എന്നെല്ലാം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൽ ദൈവം തരുന്ന അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് വേണ്ടിയിരുന്നത്, അതല്ല ചെയ്തത്.
സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ, സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് അവനെ ആകർഷിച്ചപ്പോൾ സാത്താൻ പറഞ്ഞതാണ് ചെയ്തത്. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കും, ആ മനുഷ്യനെ ശുശ്രൂഷിക്കണം, ആരാധിക്കണം എന്ന് ഉള്ള ആ ദൈവത്തിൻ്റെ വാക്യം അനുസരിക്കാതിരുന്ന, ഇഷ്ടമാകാതിരുന്ന സാത്താനാണ് ദൈവത്തിൻ്റെ സൃഷ്ടി മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ഇല്ലാതാക്കണം, ഇതോടെ അവനെ തീർക്കണം, പിന്നെ ദൈവത്തിന് കൂടുതൽ ഇങ്ങനെ പിന്നെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ ആയിരുന്നു സാത്താൻ്റെ വിചാരം. അപ്പോൾ അവൻ ഭൗതികമായി ഫിസിക്കൽ ഒരിടത്താണ് അവൻ വിചാരിച്ചത്. അത് ആദവും ഹവ്വായും വിചാരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു, ശാരീരികമായിട്ടുള്ള ഒരു മരണം. പക്ഷേ ദൈവം ഉദ്ദേശിച്ചത് ആത്മീയ മരണമാണ്. ദൈവത്തിൽ നിന്ന് അകലുന്ന അവസ്ഥ മരണത്തിന് സമാനമാണ്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ നീ മരിക്കും, ഈ പഴം തിന്നുമ്പോൾ നീ മരിക്കുമെന്ന് പറഞ്ഞിരുന്നത്, തിന്നു കഴിഞ്ഞാൽ മരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അവർക്കത് മനസ്സിലായില്ല, സാത്താന് മനസ്സിലായില്ല. സാത്താന് ഭാവിയെപ്പറ്റി ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ നേരത്തെ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സാത്താനുള്ളത് ഫ്യൂച്ചറും അല്ല, പാസ്റ്റും പ്രസൻറ്റുമാണ്. അതായത് ഭൂതകാലവും വർത്തമാനകാലവും മാത്രമേ അവന് അറിയാൻ കഴിയുള്ളൂ. ഭാവിയെപ്പറ്റി അറിയാനുള്ള കഴിവ് അവന് ഇല്ല, അത് ദൈവത്തിന് മാത്രം ഉള്ളതാണ്. അതുകൊണ്ട് അവൻ വിചാരിച്ച് ഇതോടെ അങ്ങ് തീരുമെന്ന്. അങ്ങനെയാണ് ഹവ്വായ അടുത്ത് വരുന്നത്. ഹവ്വായെ പെട്ടെന്ന് സ്ത്രീകളെ വശപ്പെടുത്താം എന്നുള്ള രീതിയിൽ അവരുടെ ജിജ്ഞാസയൊക്കെ ഉയർത്തി പഴത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എത്ര 3-4 കൂട്ടം കാര്യങ്ങൾ ഹവ്വ പറയുന്നു. പഴം ആസ്വാദ്യമാണ്, കണ്ണിന് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്, കണ്ണിന് നല്ല അപ്പോൾ കൗതുകമാണ്, കണ്ണിന് സുഖമുള്ള കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചയാണ് ആ പഴത്തിൻ്റെ മേനി. അറിവ് അതുകൊണ്ട് അങ്ങനെ അത് കഴിച്ചാൽ അറിവും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൊണ്ടും അഭികാമ്യവുമാണ്. ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങളാണ് സാത്താൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. എങ്ങനെയാണ് സാത്താൻ, അപ്പോൾ നമ്മൾ ചിലർ ചോദിച്ചേക്കാം, എങ്ങനെയാണ് സാത്താൻ്റെ വാക്ക് അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ വാക്ക് ഹവ്വായിക്ക് മനസ്സിലായത്, ആദത്തിന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ആണെന്ന്. അപ്പം ദൈവം സകലത്തെയും സൃഷ്ടിച്ച് സകല അധികാരവും സകല കാര്യങ്ങളും എല്ലാം അവർക്ക് മനുഷ്യനെയാണ് ഏൽപ്പിച്ചത്. അപ്പം മനുഷ്യർക്കും അവർക്ക് പരസ്പരം സർവ്വ ജീവജാലങ്ങൾക്കും ദൈവിക പ്രാഭവത്തിൽ കഴിഞ്ഞിരുന്നത് കൊണ്ട് അവർക്ക് എല്ലാ ആശയവിനിമയവും കുഴപ്പമുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് സാത്താന് അത് സാധിച്ചത്, അത് പറയിക്കാൻ സാധിച്ചത്. പാമ്പ് സംസാരിക്കുന്ന സാത്താനാണ് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് സംസാരിച്ചത്. സാത്താൻ ഇതെല്ലാം വശമുണ്ട്, ഈ ഭാഷകളെല്ലാം. അല്ലെങ്കിൽ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ എല്ലാം അന്ന് അപ്പോൾ അവൻ മനുഷ്യൻ ദൈവത്തിൻ്റെ ആ പ്രാഭവത്തിൽ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട്, ആ തണലിൽ കഴിയുന്നത് കൊണ്ട് അവന് എല്ലാത്തിൻ്റെയും ആശയവിനിമയങ്ങളും അറിയാമായിരുന്നു. അപ്പോൾ സാത്താന് ഇതെല്ലാം മനസ്സിലാകുകയും ചെയ്ത സാത്താന് ഏത് വേഷവും കെട്ടാം, അരൂപിയാണ്, ദൈവത്തെ പോലെ തന്നെ അരൂപിയാണ്. മാലാഖമാർ എല്ലാവരും അരൂപികളാണ്. അവിടെ ഏത് വേഷവും എടുക്കാം, ഏത് സ്ഥലത്തും ചെല്ലാം, അപ്പോൾ ഏത് ഭാഷയും സംസാരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് സാധിച്ചത്. അതിനുള്ള ഉത്തരവാദമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ പഴം പറിച്ചു തിന്നു. വെയിലാറിയപ്പോൾ ദൈവം വന്നു, അവനത്തെ പതിവ് നടത്തമാണ്. അപ്പോൾ മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഗ്രന്ഥകാരൻ. അല്ലാതെ മനുഷ്യനെ നിരാകരിക്കുന്ന ഒരു ദൈവമല്ല. കാരണം ദൈവം സൃഷ്ടിച്ചതിനാണ്, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനും ദൈവത്തിനും മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാനുമാണ്. നോക്കണം എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന്. മാലാഖമാരും സ്തുതിക്കുന്ന ആ സ്തുതിപ്പിൽ മാത്രം കഴിഞ്ഞിരുന്നാൽ മതിയോ? അത് പോരാ, ദൈവത്തിന് അങ്ങനെ മതിയായിരുന്നു. പക്ഷെ അങ്ങനല്ല, ദൈവം ആനന്ദം കണ്ടെത്തിയ മനുഷ്യനോടൊപ്പം കഴിയാനായിരുന്നു. അതിനാണ് മനുഷ്യനെ സ്നേഹിച്ച്, മനുഷ്യൻ ദൈവത്തെയും സ്നേഹിച്ച് കഴിയുന്നതിനായിരുന്നു. അവിടെ വന്നപ്പോൾ അങ്ങനെ കൂടെ നടക്കുന്നു വിളിക്കും. അപ്പം നമ്മൾ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. പുറപ്പാട് 13:21 പറയുന്നുണ്ടല്ലോ, പകൽ അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു.
പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയിട്ടില്ല. ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും എന്തുമായിരുന്നു? കർത്താവ് തന്നെയായിരുന്നു. അപ്പോൾ അത് മനുഷ്യരുടെ കൂടെ നടക്കുകയായിരുന്നു. മനുഷ്യന് വേണ്ടി ഈ പാപികളായ മനുഷ്യർക്ക്, പാപം ചെയ്ത് ജീവിതത്തിൽ നിന്നാകുന്ന ഈ മനുഷ്യർക്ക് വേണ്ടി തന്നെ ദൈവം അവരുടെ മുൻപേ പോയി വഴി കാട്ടുകയാണ്, വഴി കാട്ടിക്കൊണ്ട് നടക്കുകയാണ്. നോക്ക്, ഇങ്ങനെ ഏത് ദൈവമാണ് ഉള്ളത്? അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം എന്തുമാത്രമെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ദൈവം? അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം ദൈവം കൂടെ നടക്കുന്ന, മനുഷ്യൻ്റെ കൂടെ, മനുഷ്യന് വേണ്ടി മനുഷ്യനെ വഴികാട്ടി നടക്കുന്ന ഒരു ദൈവമാണ്. അത് ഫ്രാൻസിസ് തോംസൻ്റെ ഒരു ഹൗണ്ട് ഓഫ് ഹെവൻ എന്നുള്ള ഒരു ഖണ്ഡകാവ്യമുണ്ട്. അതിൽ എന്ത് ഭംഗിയായിട്ടാണിത് ചിത്രീകരിച്ചിരിക്കുന്ന. ദൈവം മനുഷ്യനെ തേടി ഭാവിയായ മനുഷ്യനെ തേടി നടക്കുന്ന രംഗം. പിന്നീട് അതിനെപ്പറ്റി വിവരിക്കാം, അല്ലെങ്കിൽ അധ്യായം തീരാതെ വരും. അപ്പോൾ അതിൻ്റെ സന്ദർഭം വരുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ അത് കാണണം. അതൊരു പ്രോട്ടോ എവൻഗേലിയൻ എന്ന് തന്നെ പറയാം. കാരണം ആണ് മനുഷ്യൻ്റെ കൂടെ നടക്കുകയാണ്. ഇവിടെ നമ്മളെ പുതിയ നിയമത്തിലുണ്ടല്ലോ, കർത്താവ് ദൈവത്തിൻ്റെ പേരെന്തായിരുന്നു? മനുഷ്യനായിട്ട് അവതരിച്ച ദൈവത്തിൻ്റെ പേര്, യേശുവിൻ്റെ പേര് എങ്ങനെയാണ് വിളിച്ചത്? എമ്മാനുവേൽ, അല്ലെങ്കിൽ ഇമ്മാനുവൽ. ഹീബ്രുവിൽ ഇമ്മാനുവേൽ. എമ്മാനുവേൽ എന്ന് പറയുന്ന ഗ്രീക്ക്, ഇനി സുറിയാനിയിൽ അമ്മാനുവേൽ. അപ്പോൾ ഈ 3 വാക്ക്. അപ്പോൾ ദൈവം നമ്മോടുകൂടെ, മനുഷ്യരുടെ കൂടെ എന്നുള്ള ആ പേരിലാണ് അറിയപ്പെടാൻ ഇഷ്ടമായത് ദൈവത്തിന്. എന്താ മറ്റൊരു പേര് കൊടുത്തൂടെ? അങ്ങനല്ല ചെയ്തത്. മനുഷ്യൻ മനസ്സിലാക്കണം ദൈവം മനുഷ്യൻ്റെ കൂടെ ഉള്ളവനാണെന്ന്. പക്ഷെ മനുഷ്യരത് മനസ്സിലാക്കിയിരുന്നില്ല. പഴയ നിയമത്തിലും മനസ്സിലാക്കിയിരുന്നില്ല, പുതിയ നിയമത്തിലും മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് പഴയ നിയമകാലത്തും അടിക്കടി എപ്പോഴും തെറ്റിൽ തന്നെ കഴിഞ്ഞിരുന്നത്. തെറ്റ് തന്നെ അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നത്, കൂടുതൽ മാരകമായ തെറ്റുകളിലേക്ക് വീണുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ കൂടെ നടക്കുന്ന ദൈവമായിട്ടാണ് ഇവിടെ നമുക്ക് ബൈബിൾ ആദ്യം മുതലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടുന്നത്. നമ്മൾ എന്തുമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോയ മനുഷ്യനെ പാപം ചെയ്ത് ഒളിച്ച് അവൻ നഗ്നനായിട്ട് പോയി ഒളിച്ചിരിക്കാൻ, ദൈവത്തിന് മുൻപിൽ വരാൻ അവന് സാധിക്കുന്നില്ല. കാരണം അവൻ നഗ്നനാണ്. എങ്ങനെ നഗ്നനാണ്? ആത്മീയമായും അവൻ ശാരീരികമായും എല്ലാത്തിലും അവൻ നഗ്നനായി തീർന്നു. അവൻ മരിച്ചു കഴിഞ്ഞു. അവൻ്റെ ദൈവിക പ്രാഭവം അവനിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട് അവൻ നഗ്നനായി, അവൻ പൂർണ്ണനായ, അവൻ മനുഷ്യനായിട്ട് തന്നെ തീർന്നു. അല്ലെങ്കിൽ ദൈവിക പ്രാഭവം പൊതിഞ്ഞു കഴിഞ്ഞിരുന്നത് കൊണ്ട് അവനത് അറിയേണ്ടുന്ന കാര്യമില്ലായിരുന്നു അവർക്ക്. അപ്പോൾ ദൈവം പുരുഷനെ 9 പറയുന്നു, പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ ഭയന്ന് ഒളിച്ചതാണ്. നീ എവിടെയാണ്? കർത്താവ് ഇന്ന് നമ്മളോടെല്ലാം ചോദിക്കുന്ന ചോദ്യമാണിത്. പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു കഴിയുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നുണ്ട്, മനുഷ്യ നീ എവിടെയാണ്? നീ എവിടെ പോയിരിക്കുകയാണ്? ദൈവം കോപിച്ചല്ല, ദൈവം അപ്പോഴും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ചോദിക്കുകയാണ്, പ്രിയ ഭാജനമേ, സ്നേഹഭാജനമേ, നീ എവിടെയാണ്? ഹൗണ്ട് ഓഫ് ഹെവനിലാണ് വിളിക്കുന്നത് ദൈവം മനുഷ്യനെ. പറയാവുന്ന പ്രിയ സ്നേഹഭാജനമേ, നീ എവിടെയാണ് എന്നുള്ളതാണ് അതിൻ്റെ മലയാളം പറയാനുള്ളത്. നീ എവിടെയാണ്? കർത്താവ് എപ്പോഴും ചോദിച്ചുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പാപം ചെയ്ത് ദൈവത്തെ നിഷേധിച്ച് ദൈവം തന്ന കൽപ്പനകൾ അനുസരിക്കാതെ പാലിക്കാതെ സഹോദരനെ ദേഷിച്ച് സഹോദരൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിവർത്തിച്ചു കൊടുക്കാതെ ഇരിക്കുന്ന ഏതൊരുവനും തെറ്റിലാണ് ജീവിക്കുന്നത്. അവനോട് ദൈവം ചോദിക്കുകയാണ്, നീ എവിടെയാണ്? ഇവിടെ കായനോടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്ത അധ്യായത്തിൽ വരുന്ന ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? ദൈവം പതിവായിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ്, നീ എവിടെയാണ്? നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ്. ഓരോ ദിവസവും നമ്മുടെ ഈ രീതിയിൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്നുണ്ടെന്നാണ് നമ്മുടെ വിചാരം. ദൈവം നമ്മളോടൊപ്പം വരണമെങ്കിൽ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? നീ എവിടെയായിരുന്നു? നീ എങ്ങനെയായിരുന്നു? നീ എന്ത് ചെയ്യുകയായിരുന്നു
എന്ന് ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മളോട് ഓരോരുത്തരോടും. ആ ഒരാഴ്ച നമ്മൾ ഞായറാഴ്ച പോകുമ്പോൾ ഈ ഒരാഴ്ചക്കാലം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിലാണ് പോരുന്നത്. ദൈവം പറഞ്ഞത് ഇതുപോലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിച്ചിട്ടുണ്ട്. എന്തുവാ? കുർബാന കാണണം, കുമ്പസാരിക്കണം, കുർബാന കാണണം, പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോയിരുന്ന് കുർബാന നാക്ക് നീട്ടി സ്വീകരിക്കണം എന്നൊക്കെ മാത്രമാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതാണോ അത് ശരി? അതിനുള്ള യോഗ്യത നീ എവിടുന്ന് വന്നു? ദൈവം ഉടനെ ശിക്ഷിക്കുന്നില്ല. അതിനുള്ള യോഗ്യത സ്വീകരിച്ചു ഉണ്ടായിട്ടാണോ പോയി ഇതെല്ലാം ചെയ്യുന്നത്? കുമ്പസാരം തന്നെ എങ്ങനെയുള്ള കുമ്പസാരമാണ്? എന്തെല്ലാം മറച്ചു വയ്ക്കുന്നു. ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ടല്ലേ പോയി കുമ്പസാരിക്കുന്നത്? കുമ്പസാരം കഴിഞ്ഞ് ഒരു യന്ത്രം കണക്കെ പ്രായശ്ചിത്ത പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. അതുകൊണ്ട് പ്രായശ്ചിത്തമായോ? നീ നിൻ്റെ കൂടെയുള്ളവനെ, ഞാൻ നേരത്തെ ഒരു കവിത പറഞ്ഞ്, എനിക്ക് പണ്ട് പഠിച്ച ഒരു കവിത അത് ഓർമ്മയായിരിക്കുകയാണ്. അടുത്ത് നിൽപ്പോരെ അനുജന് കാണുവാൻ അക്ഷികളില്ലാത്ത അരൂപനായ ഈശന്, അത് ഈശൻ അദർശ്യൻ എന്നാൽ അതിലെന്താ ആശ്ചര്യമെന്ന്. അപ്പം അടുത്തുള്ള സഹോദരനെ കാണാതെ, സഹോദരൻ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സൃഷ്ടിയെ, മനുഷ്യരെ, നിന്റെ സഹായം ആവശ്യമുള്ള, നമ്മുടെ സഹായം ആവശ്യമുള്ള മനുഷ്യരെ കാണാതെ, കാണാതെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ, നീ അറിയാതെ കണ്ണുമടച്ചിരുന്നിട്ട് ഇന്ന് കണ്ണുമടച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കാനാണോ, കണ്ണുമടച്ച് നിന്ന് നാക്കും നീട്ടി സ്വീകരിക്കാനാണോ വന്നിരിക്കുന്നത്? അവിടെ പുരോഹിതൻ്റെ അടുത്ത് വന്ന് ഇന്ന് മറ്റാരും കേൾക്കുന്നില്ലെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഒളിച്ചു വെച്ച് പറയാനാണോ വന്നിരിക്കുന്നത്? ഇതെല്ലാം ഓരോ തെറ്റുകൾ. അപ്പോൾ നമ്മൾ എല്ലാം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യാതെ ഒരു മനുഷ്യനെ അവന് അരൂപിയായ ഈശ്വരന്, കാരണം രൂപമില്ല, ആ ഈശ്വരൻ അവന് അദർശ്യനാണ്, അവന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിലെന്താ ആശ്ചര്യം? അതിലൊരു ആശ്ചര്യവും ഇല്ല. കാരണം അങ്ങനെ തന്നെയാണ്. അതേസമയത്ത് നന്മ ചെയ്ത് ജീവിച്ചവനോ, നോക്കുന്നവനോ, പ്രമാണങ്ങൾ പാലിക്കുന്നവനോ, അവന് ഈശ്വരൻ അരൂപിയാണെങ്കിലും അവൻ ദർശ്യനാണ്. അവന് ഈശ്വരന് അവന് കണ്ടെത്താൻ കഴിയും. അതാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ട് വന്നെന്നും പറഞ്ഞ് അതിലെന്തോ ആ മനുഷ്യൻ്റെ എന്തോ നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളിൽ എന്താണ് നടന്നിട്ടുള്ളത്. കുർബാന സ്വീകരിച്ചപ്പോൾ അപ്പം സ്വീകരിച്ച് നുണഞ്ഞിറക്കി ഒരു പേപ്പർ പോലത്തെ ഒരു കഷ്ണം, ചെറിയ കഷ്ണം സ്വീകരിച്ച് നുണഞ്ഞിറങ്ങി അതിൽ കൂടുതൽ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരിക്കും. ദൈവം എങ്ങനെയാണ് അകത്ത് വരുന്നത്, എങ്ങനെയാണ് വസിക്കുന്നത്? അത് നമ്മൾ കുറച്ച് കൂടുതൽ ചിന്തിക്കണം. അത് ഏത് തലത്തിലുള്ളവരായാലും അങ്ങനെ തന്നെയാണ്. ആത്മീയ തലത്തിലായാലും അല്ലാതുള്ളവരായാലും ആത്മാവരായാലും എല്ലാവരും ഇപ്പം ആ ഒരു രീതിയിലേക്ക് അധപതിച്ചിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ എന്നോട് മറ്റുള്ളവർക്ക് ഇതൊക്കെ തോന്നുമായിരിക്കും, വിരോധം ഒക്കെ തോന്നുമായിരിക്കും. അത് സാരമില്ല, എനിക്കറിയാം. അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മളെപ്പോഴും കാണണം. നമ്മൾ ആ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ എല്ലാത്തിൻ്റെയും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നവരാണ് ഓരോ മനുഷ്യനും. ഞാൻ നേരത്തെ പറഞ്ഞത് പുരോഹിതർക്കല്ല കൂടുതൽ അറിയുന്നത്. പുരോഹിതങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാൽ അറിയുന്നത് പുരോഹിതർ. അപ്പോൾ ഈ പറയുന്നവരൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയുള്ളതാണെന്നുള്ള വിവേചിച്ചറിയാനുള്ള കഴിവും കൂടെ അവർ നേടണം. അങ്ങനെ നേടിയിട്ടില്ല, അങ്ങനെ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ പല വിധത്തിനും വന്നേനെ, അങ്ങനെ സാധിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മളിലോട്ട് തന്നെ നോക്കണം, നമ്മൾ എന്താണ് ചെയ്തതെന്ന്. അപ്പോൾ ഇവിടെ ആദാം പറയുന്നുണ്ട്, ഞാൻ നഗ്നനാണ്, കാരണം ഞാൻ ആ പഴം തിന്നു നഗ്നനായി, അതുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ സാധിക്കുന്നില്ല എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി അതാണ്. ദൈവത്തിന് മുൻപിൽ വരാൻ നമുക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥനയോ ഒന്നുമില്ലാത്ത യാമപ്രാർത്ഥനകൾ പോട്ടെ, അറിയാൻ വയ്യ അല്ലെങ്കിൽ ചെയ്യുന്നില്ല. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഇല്ലാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പലപ്പോഴും പ്രായമായ അവരൊക്കെ വല്ലയിടത്ത് ഇരിക്കും, ആളുകൾ പ്രാർത്ഥിക്കും. ചെറുപ്പക്കാരും മക്കളും ഒക്കെ വേറെ അവരിടത്ത് ഇരിക്കും. അവരൊന്നും ഈ പ്രാർത്ഥനയിൽ കാണത്തില്ല, അവർക്ക് വേറെ പലതും കാണാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ പിന്നെ എന്തിനാണ് ഞായറാഴ്ച പോകുന്നത്? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, ദൈവത്തെ ബോധിപ്പിക്കാനല്ല, ദൈവത്തെ കാണാനോ അറിയാനോ സ്നേഹിക്കാനോ അല്ല, സ്വീകരിക്കാനും അല്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലൗകിക വർണ്ണ ശബളിമയിൽ മുങ്ങിയ ആത്മീയത.
അത് നമ്മുടെ പൗരോഹിത്യ പദവിയിലുള്ളവരും എല്ലാവരും തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് അതാണ് ശരിയെന്ന്. അവരും അതിനകത്ത് വീണ് പോവുകയാണ് അറിഞ്ഞോ അറിയാതെ. അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പ് ഇല്ലെന്നുള്ള ഒരവസ്ഥയായി പോകുന്നു. കാരണം അവരെ അതിൻ്റെ ഒരു ഉള്ളറകളിലോട്ട് ഇറങ്ങി പോകാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മനസ്സ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വരുമ്പോൾ എൻ്റെ മനസ്സ് ഒരു മനസ്സിനകത്തൊരു വല്ലായ്മ അനുഭവപ്പെടുന്നുണ്ട് ഹൃദയത്തിൽ ഏതാണ്ട് പോലെ. എന്തുകൊണ്ടാണ് അവർക്കില്ലാത്തത്? എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് പലപ്പോഴും ഈ ബൈബിൾ എല്ലാവരും പഠിച്ചിരിക്കണം, പഠിപ്പിക്കണം എന്നും പറഞ്ഞ് ഞാൻ തുനിഞ്ഞിറങ്ങിയത്. അതായത് ഞാനൊരു ചെറിയ കച്ചവടമൊക്കെ ചെയ്യുന്നു. എനിക്കെന്നാൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കി തന്നെ അങ്ങ് ജീവിച്ചാൽ പോരെ, അത് പറ്റത്തില്ല. ഉള്ള സമയം മുഴുവനും എനിക്കുള്ള ആ ഒരു ആധിയാണിത്. എങ്ങനെ മനുഷ്യരിത് മനസ്സിലാക്കാതെ ഇരിക്കുന്നത്? അത് മനസ്സിലാക്കിക്കണം എന്നുള്ള ആ ഒരു നീറ്റൽ. പക്ഷേ നമ്മുടെ വൈദികരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. വെറും നിസ്സാരമായിട്ട് ഒരു ഞായറാഴ്ച പറഞ്ഞാലോ എന്തുകൊണ്ട് അവർ കുറച്ച് പേര് 100-600 അംഗങ്ങളുള്ള, അല്ലെ 100-400 300 അംഗങ്ങളുള്ള ഒരു പള്ളിയിൽ 10 പേരെങ്കിലും പഠിക്കാൻ സന്നദ്ധരായിട്ട് വരത്തില്ല. ഒരു വൈദികൻ പറഞ്ഞാൽ പറയും. എൻ്റെ അടുത്ത് പലരും പറഞ്ഞാൽ അവർ വൈദികൻ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ തയ്യാറാണെന്ന്. പക്ഷേ അവർക്ക് പറയാൻ വയ്യ. അതും അവിടുത്തെ ഏറ്റക്കുറച്ചിലുകൾ. അവർക്കേതെങ്കിലും നമ്മുടെ മലങ്കരയിലുള്ള ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും. അവർക്ക് അവരുടെ സ്ഥാനം പോയോ, അതിൽ കുറച്ചിൽ വന്നോ, അതിൽ വന്നോ, കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകാൻ വയ്യ. ഞാൻ കുറുകി, സ്നാപകൻ പറഞ്ഞ പോലെ എനിക്ക് കുറുകണം, അവൻ വലുതാകണം, അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയല്ല പഴയ ആൾക്കാർക്കുണ്ടായിരുന്നു, പഴയ വൈദികർക്കുണ്ടായിരുന്നു. അവരാൾ എന്നെ നിർലോഭം മടിച്ചിരുന്നപ്പോൾ എന്നെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അങ്ങനെ നിരവധി പേര്. അതുകൊണ്ടാണ് ഇന്ന് പലരും പല അൽമായരും ഇന്ന് ഈ രംഗത്തേക്ക് കൂടുതൽ വെപ്രാളത്തോടെ കൂടി വരുന്നത്. കാരണം അവർ കൂടുതൽ പഠിക്കുന്നു, സ്നേഹിക്കുന്നു, ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരെ കൊണ്ടും ഇത് ചെയ്യിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവർക്ക് തോന്നുന്നില്ല, ഈ ഒരു കൂട്ടർക്ക്. അത് എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു കൾച്ചർ അങ്ങനെ ആയിപ്പോയി. അതിൽ ഞാനീ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണല്ലോ, അത് പറയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഉടനെ അവരെ വിചാരണ ചെയ്ത്, ഞാൻ പറഞ്ഞു അവർ വിചാരണ ചെയ്യുന്നുണ്ട്. അതാണ് നീ പഴം തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ കുറ്റം, നീ എനിക്ക് കൂട്ടിന് തന്നതുകൊണ്ടാണ് അവൾ തന്നത്, ഞാനങ്ങ് തിന്നത്. അന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ആ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ എങ്ങനെയാണ് പറഞ്ഞത്? ആ ഹവ്വായെ ആദ്യം കണ്ടപ്പോൾ ആ പ്രഥമ ദർശനത്തിൽ തന്നെ അവൻ പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മജ്ജയുടെ മജ്ജയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവും ഒക്കെ ആണ്, എല്ലാമാണ്, നീ തന്നെയാണ് ഞാനും, ഞാൻ തന്നെയാണ് നീയും എന്നവർ രണ്ടുപേരും പറഞ്ഞു ഉറപ്പിച്ചു. എന്ത് സ്നേഹമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. ദൈവവും അതിൽ ആനന്ദിക്കുകയാണ്. പ്രഭാഷണത്തിൽ പറയുന്നില്ലേ, ദൈവം അതിൽ ആനന്ദിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത്, അയൽക്കാരെ തമ്മിലുള്ള സഹവാസം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ദൈവം ആനന്ദിക്കുകയാണ് മനുഷ്യൻ. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുള്ള ലയം, അത് പറഞ്ഞാൽ അവരുടെ ലയരസങ്ങൾ അവർ ഒരുമിച്ച് ആസ്വദിക്കുന്നത്, ജീവിക്കുന്നത്, അവരുടെ ജീവിതം, അവരുടെ പ്രവർത്തികൾ, ഇതിലെല്ലാം ദൈവം ആനന്ദിക്കുകയാണ്. നമ്മൾ ആനന്ദിക്കാനാണ് ദൈവത്തിന്. പക്ഷെ നമ്മളത് വിട്ടുകൊടുക്കുന്നില്ല. ദൈവത്തെ വേദനിപ്പിക്കുകയാണ്, ദൈവഹൃദയത്തിൽ പോറലേൽപ്പിക്കുകയാണ്, വിങ്ങലേൽപ്പിക്കുകയാണ്. നമ്മുടെ പ്രവർത്തികൾ മുഖാന്തരം ഏത് തരത്തിലുള്ള മനുഷ്യരും അങ്ങനെയാണ്. ആത്മായർ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നീ ചോദിച്ചു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീയാണ്. അപ്പോൾ അന്ന് പറഞ്ഞ അവസ്ഥയല്ല ഇപ്പോഴും സ്ത്രീയെ കാണുന്നത്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലായി. കാരണം ദൈവത്തിൻ്റെ ആ പ്രാഭവം, തൃത്വത്തിൻ്റെ, ഞാൻ പറഞ്ഞിരുന്നു, തൃത്വത്തിൻ്റെ ആ സാദൃശ്യത്തിലാണ് ആ കുടുംബം സ്ത്രീയെയും പുരുഷനെയും അവിടെ കൂട്ടി യോജിപ്പിച്ച് ബന്ധിച്ചത്. ആ സ്നേഹബന്ധത്തിൽ, ആ സ്നേഹപ്രവാഹത്തിലായിരുന്നു.
അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹം, തൃത്വത്തിൻ്റെ ആ സ്നേഹം പുറപ്പെടുന്ന പോലെ അവരിൽ നിന്നും ആ സ്നേഹം പുറപ്പെട്ട് അവരെ എപ്പോഴും യോജിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന് അകൽച്ചയില്ലായിരുന്നു. പക്ഷെ പാപം അവിടെ വന്ന് വിള്ളലുണ്ടാക്കി. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അവൾ പറഞ്ഞു, ഞാൻ എന്തുവാ ചെയ്തത്? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു, ഞാൻ പറിച്ചു തിന്നല്ല. അപ്പോൾ സർപ്പം അവൾ ജിജ്ഞാസ ഉളവാക്കുന്നതിന് വേണ്ടി 4 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൗതുകം കൊണ്ട് ഇത് കാണാൻ എന്ത് ഭംഗി, പിന്നെ ഇത് കഴിച്ച് അറിവേകും, അതുകൊണ്ട് അതും ഇതെല്ലാം കൊണ്ട് തന്നെ ഇതിന് വളരെ ആഗ്രഹിക്കത്തക്കതാണ്. എന്തൊക്കെ കഴിക്കാത്തത് എന്നിട്ട് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ചു, ഒരുപാട് പ്രലോഭിപ്പിച്ച് അത് കഴിപ്പിച്ചു. അതുകൊണ്ട് സർപ്പം എന്നെ വഞ്ചിച്ചു. ആ വഞ്ചിക്കാതിരിക്കണമെങ്കിൽ ദൈവം അതിനുള്ള വിദ്യ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ജ്ഞാനം 12:2 പറയുന്നുണ്ട്. എന്താ 12:2 ഒന്ന് വായിക്കാം. പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. കണ്ടോ, ധ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നയാൾ 12:2. അപ്പോൾ ഇത് ദൈവം അപ്പോഴവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത്, ഇത് ഭക്ഷിച്ചാൽ നീ മരിക്കും. ദൈവം പറഞ്ഞത് അനുസരിച്ചാൽ പോരെ, അത് ചെയ്തില്ല. പകരം അതിലും കൂടുതൽ അറിവ് കിട്ടാനും സ്വന്തമായിട്ട് അറിവ് കിട്ടും, ദൈവത്തെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ദൈവത്തെ പോലെ മറ്റൊരാളാകുന്നത് ഇഷ്ടമില്ല. അവൻ്റെ കാര്യമാണ്. സാത്താൻ പറഞ്ഞത് എനിക്ക് ദൈവത്തെ പോലെ ആകണം, ഞാനും ദൈവവും തുല്യനാകണം എന്ന് പറഞ്ഞാണല്ലോ അവർ വെളിയിലിറങ്ങിയത്, സ്വർഗത്തിൽ നിന്ന് നരകത്തിലാണ് ആയത്. അപ്പോൾ അതുപോലെ മനുഷ്യനെ എന്ത് തീർക്കുക, ദൈവത്തെ പോലെയാകും. അപ്പോൾ അത് ഇഷ്ടമല്ല ദൈവത്തിന്. ആ അനുഭവമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അത് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു കൊടുത്ത് പ്രലോഭിപ്പിച്ചു, ആ പഴം തിന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൊണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട് സാത്താൻ തിന്മ ചെയ്യിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യിക്കുന്നത്, അത് നിൻ്റെ കാര്യം. അന്യരെ സഹായിക്കണമെങ്കിൽ, അവൻ്റെ സഹായത്തിന് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിനക്ക് നിൻ്റെ സമയം പോയി, നിൻ്റെ ധനം പോയി, നീ അധ്വാനിച്ചുണ്ടാക്കിയ ധനം, ദൈവം തന്നതല്ല. നിൻ്റെ ആരോഗ്യം നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നിൻ്റെ ആരോഗ്യം. അത് ദൈവത്തിൻ്റെ ഒന്നുമല്ല, വേറെ ആരുടെയല്ല, മറ്റവനെ സഹായിക്കാനല്ല. അതാണ് നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ സുവിശേഷത്തിൽ അത് പറയുന്നത്. എങ്ങനെയാണ്? വൈദികൻ വന്നിട്ട് അവന് ചെയ്യാൻ സമ്മതിച്ചില്ല, അവന് ഇതിനുള്ളവനല്ല എന്ന് അവനോട് പറഞ്ഞു. അയാൾ വൈദികനോട് പറഞ്ഞു, അദ്ദേഹം അങ്ങ് പോയി. ലേവായൻ വന്ന് ശുശ്രൂഷ, നീ ദൈവജനത്തിൽ അവിടെ പോയി ശുശ്രൂഷ ചെയ്യേണ്ടുന്നവരാ, ഇവിടെ നിന്ന് ഇവന് ചെയ്യാനല്ല എന്നും പറഞ്ഞ് അവയും പറഞ്ഞു വിട്ടു. അപ്പം ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു സാധുവായ വിജാതീയനായ ഒരു മനുഷ്യൻ വന്നു, ശമരായൻ വന്നു അവനെ ഉപകരിച്ചു. അപ്പോൾ അതാണ് ഇവിടെയും കാണുന്നത്. കർത്താവ് മനുഷ്യൻ ഇപ്പം അവിടെ വായിച്ചതാണ്. അവ എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കാം. പാപം ചെയ്യുമെന്നറിയാം. അതിനുള്ള പ്രതിവിധിയും ദൈവം മനസ്സിൽ കണ്ടുകൊണ്ട് എപ്പോഴും പറഞ്ഞു തിരുത്തി അവന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനം 12:2 ഇപ്പോൾ വായിച്ചത് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട് ഇത് കേട്ടോ. അത് കേൾക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഒരുങ്ങിയിരിക്കണം. കുറച്ചൊക്കെ ദൈവത്തോടൊപ്പം ആയിരിക്കണം. അല്ല അപ്പം ഞാൻ ചെയ്യാൻ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് കേൾക്കാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. അതിനാണ് ദൈവം എന്നെ 6-7 വർഷം കിടത്തിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോകും. ഞാൻ ആ മേഖലയിൽ എത്രത്തോളം ഉയരാൻ പറ്റുമോ അത്രത്തോളം ഉയരാൻ നോക്കും. ഞാൻ അങ്ങനെയൊക്കെ പരിശ്രമിച്ചവനാണ്. അപ്പോൾ അതില്ലാതെ എന്തെല്ലാം ജീവിതം ആസ്വദിക്കാമെന്നുള്ളതൊക്കെ ചിന്തിച്ച് അങ്ങനെ നടന്നു പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ ദൈവം നേരത്തെ കുട്ടി ചെയ്ത പദ്ധതിയാണ്. അപ്പോൾ ഞാൻ കിടന്നെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ പരസഹായം ഒന്നുമില്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല, ശ്വാസം പോലും പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ, ഞാൻ മനസ്സിലാക്കത്തുള്ളൂ എന്ന് കണ്ട് ദൈവം അതിനു വേണ്ടിയുള്ള ഒരു ചിന്തനം എനിക്ക് തന്നുകൊണ്ട് ഇരുന്നതുകൊണ്ടാണ് ഞാനിന്ന് അങ്ങനെ ആയത്. അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ദൈവത്തിലോട്ട് നമ്മൾ തിരിയണം.
ഞാൻ രാഷ്ട്രീയത്തിലുമൊക്കെ ഇടപെട്ടിരുന്നു. വ്യവസായത്തിൽ ഇപ്പം കച്ചവട ബിസിനസ്സിൽ തന്നെ ഞാൻ ജില്ലാ എക്സിക്യൂട്ടീവ് ബോർഡിലെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ എനിക്ക് അതിലുമൊക്കെ ഒരുപാടൊക്കെ ഉയർന്നു പോകാമായിരുന്നു. പക്ഷേ ഞാൻ അതിനൊക്കെ അങ്ങൊന്നും അങ്ങോട്ടങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങനെ ചെയ്ത് ആ ഒരു പാത പോയി. പക്ഷേ ജീവിക്കുന്നതിന് വേണ്ടി പിന്നെയും ഞാൻ അതിലോട്ട് നിർത്തി വെച്ചിരുന്ന കച്ചവടം പിന്നെയും ബിസിനസ് തുടങ്ങി അത് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ എൻ്റെ മുഴുവൻ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പലരോടും വൈദികരോടും ഒക്കെ പറഞ്ഞത്, നമ്മുടെ മലങ്കരയിൽ ഇതൊക്കെ പറഞ്ഞ് നമുക്കൊരു ഡയറക്റ്റ് ക്ലാസ് സംഘടിപ്പിക്കണം. അപ്പോൾ ഡയറക്റ്റ് ക്ലാസ് സംഘടിപ്പിക്കുന്നതിന് വൈദികന് ഒരു ദിവസം ഒരു ഞായറാഴ്ച ഒന്ന് പറഞ്ഞാൽ മതി. കുർബാനയൊക്കെ തീർന്ന് കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരും പിരിയുന്നതിനും കൈമുത്തിന് മുമ്പ് പറഞ്ഞാൽ അവരവിടെ നിൽക്കും. എൻ്റെ അടുത്ത് പലരും പറഞ്ഞാൽ പക്ഷേ അവർ നിന്ന് അവരത് ചെയ്യും, അതിനെ പറ്റി പ്ലാൻ ചെയ്യും. അതെല്ലാവർക്കും എല്ലായിടത്തും സാധ്യമാകുന്നതാണ്. പക്ഷേ അത് പറ്റത്തില്ലെന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയുടെ വിശ്വാസം. അത് സാധ്യമല്ല. ഒരു അൽമായൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെ കയറി അങ്ങനെ ആകണ്ട എന്നുള്ള അവർക്ക് അറിഞ്ഞുകൂടാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെയാണ് ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നടത്തണം. അത് ക്ലാസ് എടുക്കണം. ഞാൻ പറയുന്നത് ഞാൻ നിർദ്ദേശിക്കാനൊന്നും ആളല്ല, എനിക്കതിനുള്ള അധികാരവും ഇല്ല, അതിനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ല, ഒരു യോഗ്യതയുമില്ല. അപ്പോൾ പക്ഷേ അത് വൈദികരും മറ്റു മെത്രാന്മാരും അല്ല എടുക്കേണ്ടുന്നത്. അതിൽ അൽമായരിൽ തന്നെ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള അറിവും ജ്ഞാനവും വിവേകവും ഉള്ളവർ നമ്മുടെ റീത്തിലില്ലെങ്കിൽ മലബാർ റീത്തിൽ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാം കൊണ്ട് അവരെ കൊണ്ട് വേണം ക്ലാസ് എടുപ്പിക്കാൻ. അവർക്ക് റിഫ്രഷ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസമെങ്കിലും 6 മാസം കൂടുമ്പോൾ ഉണ്ടായിരിക്കണം വൈദികർക്ക്. എങ്ങനെയാണ് അവർ സമൂഹത്തിൽ ഇടവകയിൽ സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് അടിച്ചു വിടേണ്ടുന്ന വഴിയെ അങ്ങനെ അടിച്ചു വിടാൻ പറ്റിയില്ലെങ്കിൽ പോകുന്ന വഴിയെ അടിച്ചു വിടുക എന്നുള്ള തത്വമല്ല സ്വീകരിക്കേണ്ടുന്നത്. എനിക്ക് കുറച്ചൊക്കെ ഒരു എന്തോന്ന് ദൈവമായിട്ടുള്ള ഒരു നമുക്കുള്ള ഒരു ബന്ധം എങ്ങനെയുള്ളതാണെന്ന് വേണം. ഒരു തീഷ്ണത, മനസ്സെരിയണം. ഏലിയായിക്ക് ഉണ്ടായതുപോലെ ഒരു എരിച്ചിലുണ്ടാകണം. അതുകൊണ്ടാകണമെങ്കിൽ ഞാൻ പോക്കി വലിയ ആളാക്കി പറയില്ല. എനിക്ക് ചില വാർത്തകൾ ചിലതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരുടെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ പീഡനങ്ങൾ, മറ്റു കാര്യങ്ങൾ, മിഷണറിമാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, പുരോഹിതർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ എൻഹാൻസ് സിസ്റ്റേഴ്സിനോ ഇങ്ങനെ ആത്മീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മറ്റുള്ള രാജ്യങ്ങളും പ്രദേശങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന അധപതനങ്ങൾ, ഇതെല്ലാം അറിയുമ്പോൾ എനിക്കെന്തോ ഒരു നീറ്റിൽ വല്ലായ്മ തോന്നുന്നുണ്ട് മനസ്സിന്. ഇതൊക്കെ കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് ഈ രംഗം സ്വീകരിച്ചത്, ഈ വഴി. പ്രിയപ്പെട്ടവരെ, നമുക്കും അവർക്ക് വേണ്ടിയൊക്കെ എല്ലാവരും പ്രാർത്ഥന കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ രംഗത്തുള്ള വൈദികർക്കും സിസ്റ്റേഴ്സിനും മിഷണറിമാർക്കും സുവിശേഷകർക്കും പ്രവർത്തകർക്കും എല്ലാം അവരുടെ വിശദീകരണത്തിനും അറിവിനും ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി പരിശുദ്ധാത്മാഭിഷേകത്തിനും വേണ്ടി നമ്മളുടെ സമയം മുഴുവനും കൂടുതലും സമയം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും കൂടെ പ്രാർത്ഥിക്കാമല്ലോ. ഇതൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അതാണ് ആവശ്യം. നമ്മുടെ ബലമാണ് നമ്മുടെ പ്രാർത്ഥനയാണ് അവരുടെ ബലം. അത് അവർക്ക് സ്വന്തമായിട്ടില്ല, മനുഷ്യരല്ലേ, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് നമ്മൾ, അല്ലാതെ വേറെ സ്വർഗത്തിൽ നിന്ന് വന്നവരൊന്നും അല്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ 10-12 വർഷത്തെ പഠനവും പ്രാക്ടീസും പരിചയം എല്ലാം കൊണ്ട് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിശയം, തീക്ഷ്ണതയില്ലാത്തത്. പല കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ എന്തെല്ലാം ജീർണതകളാണ് കാണിക്കുന്നത്, ആർഭാടങ്ങൾ. ആരെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചു നിർത്താമെന്നായിരിക്കും അവരുടെ വിചാരം. ബിഷപ്പുമാരുടെ മുൻപിൽ എൻ്റെ കാലത്ത് ഞാൻ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ഒക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് കുഴപ്പങ്ങളില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ഒന്ന് വരുത്തി തീർക്കാൻ ഒരു സൂപ്പർഫ്ലോസായിട്ട് ഒരു ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ ഉള്ള ഒരു ചിന്തയിൽ ഒരു ഇമേജിൽ ഉണ്ടാക്കുക, അത് അവരുണ്ടാക്കുക. അവർക്കൊക്കെ അതൊക്കെ മതി, കാരണം കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ നടത്തിയിരുന്നവരോടോ അങ്ങനെ ഇങ്ങനെയാണെന്ന്. അതിൻ്റെ ഉള്ളുകളിലോട്ട് ഇറങ്ങി പോകുന്നില്ല, അടിയൊഴുക്കുകളിലോട്ട് പോകാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴറിയാം, മറ്റൊരാൾ വരുമ്പോഴറിയാം. ഓരോരുത്തർക്കും അങ്ങനെയാണല്ലോ. എത്രയോ പേര് ചിലയിടത്തൊക്കെ ചിലർ മാറിപ്പോയാൽ എത്രയോ പിന്നെയും 3-4
ആളുകൾ സ്ഥാനമേൽക്കുമ്പോഴും ആ പ്രശ്നങ്ങൾ അതിൻ്റെ ആ ഇഫക്റ്റ് ഉണ്ടായിരിക്കും. വൈദികരുടെ കാര്യം പറയാനല്ല, എങ്കിലും ഇപ്പോൾ ചിലത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറയണം. ആരെങ്കിലും ഒരാൾ പറയണ്ടേ? ഒരിക്കലും ആരും പറയത്തില്ല. എന്തിനാ അപ്രീതി സമ്പാദിക്കുന്നതെന്ന് വിചാരിച്ച്. അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ അപ്രീതി ഉണ്ടാകും, അതറിയാം. അതുകൊണ്ടാണ് ആരും മിണ്ടത്തില്ല. പക്ഷേ എനിക്കത് പറ്റുന്നില്ല. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ അത് പറയാതിരുന്നാൽ പറ്റത്തില്ല. എൻ്റെ മനസ്സിനെപ്പോഴും ഇത് ഇങ്ങനെ പ്രോബ്ലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. അതിന് ശാപമാണ് അത്. പിന്നെ ശാപം കൊടുക്കുകയാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് പ്രോട്ടോ എവൻഗേലിയൻ അത് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്, രക്ഷാകര പദ്ധതിയുടെ വാഗ്ദാനം. കർത്താവ് സ്പഷ്ടമായിട്ട് ഇവിടെ ദൈവം അവതരിപ്പിക്കുകയാണ്. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നീ എന്ന് പറയുന്ന സന്തതികളെന്നല്ല പറയും. സന്തതി എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, അതറിയാമല്ലോ, സിംഗുലറാണ്, ഏകവചനമാണ്. അത് സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ അത് യേശുവിനെയാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഇനി സ്ത്രീ എന്ന് പറയുന്നത് അവിടെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്. കുരിശിൻ ചുവട്ടിൽ ഒരിക്കൽ പറഞ്ഞു. അതിന് മുൻപ് 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പറഞ്ഞ സ്ത്രീ എന്ന് വിളിക്കുന്നു. ആ സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സ്ത്രീ എന്ന് വിളിച്ചത് അത് ഒരു തരം താഴ്ത്തി കന്യാമറിയത്തെ വിളിച്ചു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുണ്ടാക്കിയ ചില സഭകളിലുള്ളവർ, സഭയല്ലല്ലോ, കൂട്ടായ്മകളിലുള്ളവർ. സഭയൊന്നല്ലേ ഉണ്ടാക്കിയുള്ളൂ, കർത്താവ് ഒന്നേ സൃഷ്ടിച്ചുള്ളൂ. ബാക്കിയുള്ളത് മനുഷ്യൻ്റെ ഇഷ്ടത്തിന് 1500 വർഷങ്ങൾക്ക് ശേഷം ഓരോന്നായിട്ട് ഉണ്ടാക്കി. ഇപ്പം 40,000-45,000 ഉണ്ടെന്ന് പറയുന്നു. ആഴ്ചയിൽ ഓരോന്ന് വീതം പൊട്ടി മുളയ്ക്കുന്നുണ്ടെന്നും പറയുന്നു ഓരോരുത്തരും കയറി. അപ്പോൾ ദൈവം അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയാണ് വാദിക്കുക. കാരണം അവർക്കെങ്കിലേ നിലനിൽപ്പുള്ളൂ. ഈ 1500 വർഷവും ഇതെല്ലാം ഉണ്ടായിട്ട് ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് 1500 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തോന്നുന്നത് അതൊക്കെ ഇങ്ങനെ തെറ്റാണ്, തെറിയാണെന്ന്. ഇപ്പം ഞാനിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഭർത്താവുമായിലെ 2-3 പിതാക്കന്മാരോ ആരൊക്കെ ഉള്ളവർ അവിടെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൾ യൂട്യൂബിൽ ഒക്കെ എഴുതിയിരിക്കുന്ന കണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരാൾ അങ്ങ് ഘോരം അങ്ങ് പ്രസംഗിക്കുകയും അങ്ങ് കലിതുള്ളുകയും ചെയ്യുന്നത് കണ്ട് യൂട്യൂബിലൂടെ. അപ്പം ഞാൻ അതിൻ്റെ ഒരല്പം മാത്രമേ കണ്ടുള്ളൂ, 2-3 മിനിറ്റേ കണ്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ആ പ്രതിഫലനം എന്താണ് ജനങ്ങളുടെ ഇടയിലെന്ന് അറിയാൻ വേണ്ടി ഞാൻ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കി, കുറച്ച് നോക്കി, ഒരു 10-20 നോക്കി. അപ്പോൾ അതിൽ ഓരോരുത്തരും എന്തെല്ലാം കലിതുള്ളി എഴുതുന്നത്. അബ്രഹാം മൽപ്പാൻ കത്തോലിക്ക സഭയിലെ ദുരാചാരങ്ങളും ദുഷ്ടതകളും കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മളെ നയിച്ചതാണ് ഈ സഭ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങ് തുടങ്ങി. ഈ മെത്രാന്മാരെ ആര് ഉപദേശിച്ച് അവിടെ വിട്ടു, ഇവർക്ക് എന്തധികാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരുടെ അപ്പൂപ്പന്മാരായിട്ടായിരുന്ന ഈ ആംഗ്ലിക്കൻ സഭയിലാണല്ലോ ഇതുണ്ടായി. ആംഗ്ലിക്കൻ സഭ ഉണ്ടായി പാപത്തിൽ നിന്നാണെന്ന് അതറിയാമല്ലോ. പാപം ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ട് പാപത്തിൽ നിന്ന് അവരുണ്ടാക്കി സ്വന്തമായിട്ട് ഒരു സഭയുണ്ടാക്കി അതിൽ പാപം ചെയ്യാൻ പറ്റി രാജാവിന്. അതുകൊണ്ടുണ്ടായതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് പിന്നീട് ആംഗ്ലിക്കൻ ചർച്ച് എന്നുള്ള പേരിലൊക്കെ വന്നത്. അപ്പോൾ അതിലുള്ളവർ പോലും ആർച്ച് ബിഷപ്പുമാരും മുൻപുള്ളവർ 2-3 പേര് കത്തോലിക്ക സഭയുമായിട്ട് അവരുടെ അന്ത്യകാലത്ത് റിട്ടയർ ചെയ്തവരാ. അവർ ബന്ധപ്പെട്ട് കത്തോലിക്കരായി തീർന്നു എന്നുള്ളതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും അറിയാത്തവരാണ് ഇവരിവിടെ കിടന്നിരിക്കുന്നത്. ദൈവം കർത്താവ് പറഞ്ഞ ഒരിടയന് ഒരു തൊഴുത്തു എന്ന് പറഞ്ഞത് ഇതിനാണ്. സത്യം മനസ്സിലാക്കി വരുന്നവരെ അവർ വീണ്ടും വെറുപ്പിക്കുകയാണ്. ഇവർക്ക് എന്ത് വലിയ ദോഷമായിരിക്കും വരുന്നത്. ഞാൻ ദോഷമൊന്നും പറയാൻ പാടില്ല, കാരണം നമ്മൾ വിധിക്കാൻ പാടില്ല. ചിലപ്പോൾ അന്ത്യ സമയത്ത് അയാൾ മാറിയെന്ന് വരും, അയാൾക്കും മോചനം ഉണ്ടായെന്ന് വരും, ഈ പറഞ്ഞവർക്കും എല്ലാവർക്കും തന്നെ. അപ്പോൾ അവിടെ പോയി സത്യം അറിഞ്ഞു പോയവർ എന്തിനാ ഇപ്പോൾ ഇത് പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുന്നില്ലേ, നിങ്ങൾ മറ്റുള്ളവർ കടക്കാതിരിക്കാൻ സ്വർഗവാതിൽ നിങ്ങൾ അവരെ നേരെ അടച്ചു കളഞ്ഞ് എന്നിട്ട് നിങ്ങൾ അതിൽ കയറുന്നില്ല, അവരെയും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവരും ഇങ്ങോട്ട് കയറാൻ നിങ്ങൾ
സമ്മതിക്കുകയില്ല, അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ദുരിതം എന്ന് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെയുള്ള കൂട്ടരെ പറ്റി ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നുണ്ട്, അവർ പോയി അവർ സത്യം അറിഞ്ഞ് തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ, അവർ സത്യം അറിയട്ടെ, സത്യത്തിൽ ജീവിക്കട്ടെ. കർത്താവ് ഇങ്ങനെയാണ് ഒരിടയന് ഒരു തൊഴുത്തുവെന്ന് പറഞ്ഞത്. അത് നടത്താൻ പറ്റാതിരിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനമാണ്. അത് വലിയ തെറ്റാണ്, അത് തിന്മയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് വായിച്ചപ്പോൾ വളരെ പ്രയാസം തോന്നി. കാരണം ഇങ്ങനെയുള്ള മനുഷ്യർ ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, ബൈബിൾ ചിന്തിക്കുന്നില്ല. ബൈബിളിൽ എന്നിട്ട് തെറ്റായിട്ടുള്ള കുറേ വ്യാഖ്യാനങ്ങൾ കത്തോലിക്ക സഭയെ പറ്റി. ദൈവം ഇങ്ങനെ സ്ഥാപിച്ചിട്ടില്ല, ദൈവം അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, അവരുടെ ഇഷ്ടത്തിന് ഒന്നുണ്ടാക്കി, ബൈബിൾ വേറെയാണ്, മറ്റേതാണ് മറിച്ചാണ്. ഇവർ ബൈബിൾ കണ്ടോ, ബൈബിൾ പഠിച്ചോ, എന്നാ ബൈബിൾ ഉണ്ടായത്? ഇവർ 1500 ശേഷം ഉണ്ടാക്കിയ അവർ ആ മാറ്റം വരുത്തിയത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതിനകത്തെല്ലാം ഉണ്ട് അപ്പോൾ അവർ ബൈബിൾ ശരിയായിട്ട് പഠിക്കാതെ തെറ്റായിട്ട് പഠിച്ചും കൊണ്ടുവന്ന് ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ അവരും കയറത്തില്ല സ്വർഗരാജ്യത്തിൽ വാതിലടച്ചിട്ട് മറ്റുള്ളവരും കയറാൻ വരുന്നവരെയും വിരട്ടി ഓടിക്കുക. വലിയ ശിക്ഷയായിരിക്കും വരാൻ പോകുന്നത് അവർക്ക്. നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ അതുകൊണ്ട് ഇതൊക്കെ സന്ദർഭവശാൽ പെട്ടെന്ന് ഓർമ്മിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ അവർ പോയി മാർത്തോമാ സഭ ഇന്ന് മെത്രാന്മാർ പോയി അറിഞ്ഞെങ്കിൽ സത്യം അറിഞ്ഞവരെ കത്തോലിക്ക സഭയിൽ സത്യം അറിഞ്ഞ് കത്തോലിക്ക സഭയിൽ തിരിച്ച് വരുന്നവരെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതൊക്കെ എപ്പോഴും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് നീയെ ശപിക്കപ്പെട്ടതായിരിക്കും. കർത്താവ് എല്ലാവരുടെയും മുൻപിൽ ആ സർപ്പം മണ്ണിലെളിഞ്ഞു കിടക്കും. അങ്ങനെ നീയും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കർത്താവിൻ്റെ കുരിശുമരണം ഉയർത്തെഴുന്നേൽപ്പോടുകൂടി അവൻ്റെ തല തകർത്തു ക്രിസ്തു. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാമല്ലോ. ആണ് പ്രോട്ടോ എവങ്കേലിയോൻ എന്ന് ഈ ഭാഗത്തെ ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, പഠിപ്പിക്കുമ്പോഴും. അവിടെ നിന്ന് സ്ത്രീയോട് പറഞ്ഞു, നിൻ്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെങ്കിലും നിനക്ക് ഭർത്താവിൽ എങ്കിലും അഭിലാഷം ഉണ്ടായിരിക്കും. വേദനയുണ്ടെന്നും പറഞ്ഞിട്ട് ആരും പിന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാതിരിക്കത്തില്ല, ശരീരബന്ധത്തിൽ ഏർപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ എന്നാ ചോദിക്കുക, അതിനു മുൻപ് പിന്നെ എങ്ങനെ അവനെ ഭൂമി മുഴുവൻ നിറയണമെന്നുകൊണ്ട് കർത്താവ് കൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ചത്, കുടുംബം സ്ഥാപിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ വേദന ഉണ്ടാകാൻ അന്ന് സാധ്യതയില്ല. കാരണം എന്താ? കർത്താവിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്, കർത്താവിൻ്റെ ആ പരിവേഷം എപ്പോഴും അവരിലുണ്ടായിരുന്നു, ആ ശക്തി. അതുകൊണ്ട് വേദന അനുഭവിക്കേണ്ട, ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും. കണ്ടോ, പിന്നീട് വരാൻ പോകുന്നതിന് ആ പാപം ചെയ്തുകൊണ്ട് നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷം ഉണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. അപ്പോൾ അതുവരെ കർത്താവ് അവിടെ രണ്ടുപേരും തുല്യരായിരുന്നു. അത് മനസ്സിലാക്കണം. അവരെല്ലാവരും തുല്യരായിരുന്നു, ഭാര്യയും ഭർത്താവും, സ്ത്രീയും പുരുഷനും. അവിടെ പുരുഷാധിപത്യമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ കാലത്ത് ചിലർക്ക് സ്ത്രീകളാണ് ആധിപത്യം പുലർത്തുന്നത് പുരുഷൻ്റെ മേൽ. അപ്പോൾ അങ്ങനെയുള്ള ആധിപത്യങ്ങളൊന്നും അന്നും ഇല്ലായിരുന്നു. ഗലാത്യരുടെ ലേഖനം 3, 26, 27, 28 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം പൗലോസ് പറയുന്നത്, ഒരേ ജ്ഞാനസ്ഥാനം ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച് ഒരേപോലെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവരാണ് സ്ത്രീയും പുരുഷനും എല്ലാം. പിന്നെ അവിടെ വേറെ ഏതാ? സ്ത്രീ എന്താ, പുരുഷൻ എന്തുവാ, പ്രത്യേകിച്ച് അധികാരമൊന്നും പണ്ടൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഒരേ കുർബാന, ഒരേ ബലിവേദിയിൽ ഒരേ ബലിയർപ്പിക്കുന്നു, ഒരേ ബലിവേദിയിൽ ബലിയർപ്പിക്കുന്നു, ഒരേ ബലി ഭക്ഷണം സ്വീകരിക്കുന്നു. പിന്നെ അവിടെ എന്തോ വ്യത്യാസം? ദൈവം നിശ്ചയിച്ചതല്ല, മനുഷ്യൻ വരുത്തി തീർത്തതാണ്. അവൻ്റെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച മൂലം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാതിരിക്കാൻ സാത്താന് ഉപകരണമായപ്പോൾ അവിടുന്ന് വന്നതാണ്. നിനക്ക് ഭർത്താവ് നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നോക്കണം, മറ്റ് ജന്തുക്കളെ മറ്റ് ജീവനെ ഒന്നും ശപിക്കേണ്ട കാര്യം കർത്താവില്ല. കർത്താവ് എന്താ? നീ മൂലം ശപിക്കപ്പെട്ടായിരിക്കും. എന്താ അത് കാരണം?
മനുഷ്യനെയാണ് ദൈവം ഇതെല്ലാം ഏൽപ്പിച്ചത്. ഇനി അത് മനുഷ്യൻ്റെ ആയിരുന്നു. ദൈവത്തിൻ്റേതാണെങ്കിലും മനുഷ്യൻ്റേതായിട്ടായിരുന്നു. ദൈവം അതിൽ നിന്നെല്ലാം കൈയൊഴിഞ്ഞെല്ലാം അവനെ ഏൽപ്പിച്ചു, എല്ലാം കൊടുത്തതാണ്. അപ്പോൾ അതുമൂലം നീ മൂലമാണ് ഇനി ഭൂമി ശപിക്കപ്പെടുന്നത്. അല്ല, ഭൂമിയെ നേരിട്ട് ശപിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. അതാണ് ദൈവം അവിടെ പറഞ്ഞത്, നീ മൂലം ശപിക്കപ്പെട്ടതായിരിക്കും, നീ ഒരുത്തും മുഖാന്തരം. ഭൂമി അതുവരെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഭൂമിക്ക്. അപ്പോൾ ഇപ്പോഴെന്തെങ്കിലും എല്ലാം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുണ്ടാകുന്നതെല്ലാം മനുഷ്യൻ്റെ തിന്മ മൂലമാണ്, ദൈവത്തിൽ നിന്ന് അകലുന്നത് മൂലമാണ് എല്ലാം ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ദൈവം വരുത്തുന്നതല്ല. എല്ലാം പറയുമ്പോൾ സമയം പോകുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു മാന്യ വ്യക്തി, ഞാൻ ഒരു ദിവസം പള്ളിയിലോട്ട് പോകുമ്പോൾ പ്രഭാതത്തിൽ വേറെ വണ്ടി കിട്ടുന്നതിനൊക്കെ താമസിച്ച് അങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അല്പം നടന്നങ്ങോട്ട് പോയി. ഇതിപ്പോൾ എന്ന് നടക്കാൻ ഇറങ്ങുന്ന ആളാണ് പറഞ്ഞു, ദൈവം എന്നാ പോകുള്ളൂ. ഞാൻ ചുമ്മാ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? പള്ളിയും ഒന്നും വേണ്ടല്ലേ? എന്തോത്തിനാ പള്ളിയും പട്ടക്കാരൻ്റെ പണിയൊക്കെ ചെയ്യുന്നവരുടെയൊക്കെ പുറകെ നടക്കുന്നത്? അങ്ങനെയുള്ള ഒന്നുമില്ല. ദൈവം എന്ന് പറയുന്നത് തന്നെ ഒരു ഊളയാണ്. അതുകൊണ്ടാണ്. കാരണം വയനാട്ടിൽ സംഭവിച്ചത് കണ്ടില്ലയോ? ലോകത്തിൻ്റെ ഇവിടെ എല്ലാം നടക്കുന്നത് ഇതൊക്കെ ദൈവത്തിന് ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്നും വേണ്ട. ഞാൻ എന്നെ മതിയാക്കി ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾക്ക് ഏതായാലും നന്മ വരാൻ ദൈവം നിങ്ങളെ എന്തെങ്കിലും സഹായിക്കട്ടെ എന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. പിന്നെ എനിക്ക് വേണം, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായി, ആ ഒരു ചിന്ത എനിക്കില്ല എന്ന് അവരുടെ ഉള്ളിൽ പോകുന്നു. അപ്പോൾ അപ്പോൾ ദൈവം മനുഷ്യൻ മൂലമാണ് ഇതെല്ലാം വരുന്നത്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആർക്കും അവർ നിൽക്കുന്നില്ല. പ്രഭാതത്തെ ഫോട്ടോത്തിൻ്റെ ഇടയ്ക്കാണ് എന്നോട് ഇതൊക്കെ പറയുന്നത്. ഞാൻ കൂടുതൽ ഞാൻ പോകണമെന്നുകൊണ്ട് ഞാനങ്ങ് പോയി, കൂടുതൽ കേൾക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്നും ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന മനുഷ്യർ ഒരു സന്തോഷക്കുളങ്ങര എന്നും പണ്ട് ലോകം മുഴുവൻ ഒരു വ്യക്തിയുണ്ട്, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എനിക്കറിയാൻ വയ്യാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട് എന്നും പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നത് ഒരു പന്നത്തരം പറഞ്ഞല്ലോ ഇളക്. ഇതൊക്കെ അവനെ ഇങ്ങനെ ആക്കിയത്, അവനാകാനുള്ള ഇങ്ങനെയുള്ള അവസരം ഉണ്ടാക്കിയത് ദൈവം വിചാരിച്ച് ഇവന് വേണ്ടാന്നുണ്ടായിരുന്നെങ്കിൽ എത്രയോ പേരങ്ങനെ നശിച്ചു. പണ്ട് യൂറിക്കാരൻ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി പറഞ്ഞത് എങ്ങനെ? റഷ്യയുടെ ആദ്യമായിട്ട് ഈ ലോകത്തെ ആദ്യത്തെ എങ്ങനെ ബഹിരാകാശ സഞ്ചാരി പറഞ്ഞു, ഇവിടെ എല്ലാം ഇറങ്ങി നടന്നിട്ട് ദർ ഇസ് നോ ഗോഡ്. അത് ഈ റഷ്യൻ ഭാഷയിൽ ഡ് എന്ന് പറയത്തില്ല, അവർ ദായാണ്, ഗോഡ് എന്നല്ല, ഗോദ്. ദർ ഇസ് നോ ഗോഡ് ഒരിടത്തുമില്ല. ഞാൻ എല്ലായിടത്തും അഴിച്ച് പിറക്കി പ്രപഞ്ചം എല്ലാം ഓടി നടന്ന് നോക്കി, എന്നിട്ട് ഞാൻ ദൈവത്തെ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് പറയാനാ പോഷ്കൻ? എന്നിട്ട് അവനെയൊക്കെ ഓരോരുത്തർക്കും എന്തു പറ്റി? അല്ല, ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം ദൈവത്തെ അറിയാൻ അവർ നോക്കുന്നത് ഈ തരത്തിലാണ്. മനുഷ്യനെ കൊണ്ടുണ്ടായ എന്നെ ചോദിക്കുക, ഈ ദുരന്തം ഉണ്ടാകുന്നിടത്തേക്ക് അവരുടെ തിന്മ കൊണ്ടാണോ? അല്ല, ഇത് കണ്ട് പഠിക്കണം, മറ്റുള്ളവർ പഠിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ അവിടെ വന്നെങ്കിൽ എന്തുകൊണ്ട് ഇതിനേക്കാളും തിന്മയായിട്ട് നടക്കുന്ന എനിക്കിനി എന്തെല്ലാമായിരിക്കും വരാൻ പോകുന്നത് മറ്റുള്ളവർ പഠിക്കണം. പിന്നെ മനുഷ്യൻ ആ ഭൂപ്രകൃതിയിൽ അവിടെ മനുഷ്യൻ്റെ കയ്യേറ്റമാണ്, കടന്നുകയറ്റമാണ്. ദൈവം കൽപ്പിച്ചിട്ടുള്ള അതിർത്തി വരമ്പ് ലംഘിച്ചിട്ടുള്ളതാണ് ഭൂപ്രകൃതിയിൽ അവിടെ. അതൊക്കെയാണ് തെറ്റ്. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയണം, ശാസ്ത്രീയമായിട്ട് ഒക്കെ വിശദീകരിച്ചെങ്കിലേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. എങ്ങനെയാണ് അപ്പോൾ കഠിനാധ്വാനം ഇല്ലാതെ ജീവിക്കാനാണോ ദൈവം അവിടുന്ന് അവരെ സൃഷ്ടിച്ചത്? 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, 15-ാം വാക്യം, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ കഠിനാധ്വാനം ചെയ്യാനാണ് അവനെ അവിടെ ആക്കി, കൃഷി ചെയ്യാനാണ്, കാക്കുന്നതിനാണ്, ജോലി ചെയ്യുന്നതിനാണ്, ചുമ്മാ ഇരുന്ന് തിന്നാനല്ല ദൈവം സൃഷ്ടിച്ച് അവിടെ ആക്കി, ഏദൻ തോട്ടത്തിലാക്കിയത്. ഇതെല്ലാം പറഞ്ഞാണ് അവനെ അവിടെ ആക്കിയത്. പക്ഷേ ആ അധ്വാനത്തിന് സന്തോഷമുണ്ടായിരുന്നു, സൗഖ്യമുണ്ടായിരുന്നു. കാരണം അവൻ മാത്രമല്ല, ദൈവവും അവൻ്റെ കൂടെ ഉണ്ട്, പണിയുന്നുണ്ട്, ജോലി ചെയ്യുന്നു, കൃഷി ചെയ്യാനും എല്ലാത്തിനും ദൈവം കൂടെയുണ്ട്. അത് അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിക്കണം. അതിനെപ്പറ്റി വിശദീകരിക്കുന്നതിന്
എനിക്ക് അത്ഭുതമുണ്ട്. ഞാൻ ഇതൊക്കെ അടുത്തതിൽ പറയാം. നമ്മുടെ സമയങ്ങളെ ഒരുപാട് ആയി പോകുന്നു, ഞാൻ പറഞ്ഞു തീർക്കാനും പറ്റുന്നില്ല. കാരണം ഇനിയുള്ളത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കാൻ ഉള്ള കാര്യങ്ങൾ ചിലതൊക്കെ ഒരുപാട് വിശദീകരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, ഉദാഹരണങ്ങൾ സഹിതം. അതുകൊണ്ടാണ് അങ്ങനെ സമയം എടുക്കുന്നത് ചിലത് പറഞ്ഞു പോകുന്നത്. മനസ്സിലാക്കണമെങ്കിൽ, കൂടുതൽ നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിൽ, വിശദീകരിച്ചെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതും ഞാനല്ല പറയുന്നത് കേട്ടോ, ദൈവമാണ്. എനിക്കതിനുള്ള ജ്ഞാനവും അറിവൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്, ഞാൻ എൻ്റെ ആദരങ്ങൾ നാക്കും എല്ലാം കൊടുക്കുന്നു. ഞാൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എല്ലാം പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നു. ബാക്കി എല്ലാ ശബ്ദങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെയാണ്. അവിടെ തരുന്നെങ്കിലേ പറ്റുകയുള്ളൂ. എനിക്കതിൽ പങ്കെന്ന് പറയുന്നത് എൻ്റെ ഈ ശരീരം അങ്ങ് കൊടുത്തു, നാവും ആദരവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വചനങ്ങളെല്ലാം കേട്ട് നമ്മൾ അതിനെപ്പറ്റി, ഇന്ന് കേട്ടതിനെപ്പറ്റി ഒന്ന് വിചിന്തനം ചെയ്യണം. ഈ അധ്യായങ്ങൾ, ഈ ഭാഗങ്ങളൊന്നുകൂടെ വായിക്കണം. വായിച്ച് നമ്മൾ അത് വിചിന്തനം ചെയ്ത് മനസ്സിലാക്കണം, ഗ്രഹിക്കണം. നമ്മൾ എന്തുമാത്രം നമ്മൾ അത് അനുവർത്തിക്കാൻ സാധിക്കുന്നു, അത് അത്രത്തോളം നമ്മൾ അനുവർത്തിക്കണം, നമ്മളതിൽ ലയിക്കണം. ഇവിടെ നമുക്ക് അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ എല്ലാ ചിന്താതലങ്ങളും ബോധതലങ്ങളെല്ലാം, നമ്മുടെ ആദരവും നാവ് എല്ലാം, നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. അവിടുന്ന് രൂപപ്പെടുത്തിയെടുക്കട്ടെ, അവിടുത്തെ ഇഷ്ടത്തിന് രൂപപ്പെടുത്തിയെടുക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികൾക്ക് വേണ്ടി, നമ്മളെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി, ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്കറിയാവുന്നവർ ധാരാളമായ രോഗികളുണ്ട്. ലോകം മുഴുവനിലും ഈ ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുണ്ടെന്നോ, ഈ മനുഷ്യരല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നോ നമ്മുടെ കാര്യമല്ല. പലരും ആർക്കും ഒന്നും അറിയാൻ വയ്യാത്തവരുണ്ട്. ഇതിനെപ്പറ്റി പ്രാർത്ഥന എന്താണെന്നോ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ എന്താണെന്നോ, എന്തോ ഗുണമെന്നോ ഒന്നും അറിയാൻ വയ്യാത്തതുണ്ട്. അപ്പോൾ അവരെയൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വേദനയിൽ തന്നെ കഴിയുന്നവരും. ഇന്ന് കൂടുതൽ ഏറ്റവും വലിയ വേദനയാണ് ഒറ്റപ്പെടുത്തലിൻ്റെ വേദന. എല്ലാവരും പാർശ്വവൽക്കരിച്ച് ഒറ്റയ്ക്ക് തള്ളി മാറ്റി അവരെ അകറ്റി നിർത്തിയിരിക്കുന്നവരുടെ ആ കൂട്ടരുടെ കണ്ണുനീര് അത് വളരെ വലുതാണത്. അപ്പോൾ അങ്ങനെയുള്ളവരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ അവരെ എല്ലാവരെയും ഓർക്കണം. ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാവരെയും ഓർക്കണം. അവരെ ശുശ്രൂഷിക്കുന്നവരുടെ കുടുംബങ്ങളെയും എല്ലാവരെയും ഓർക്കണം. എല്ലാവരെയും ഓർത്ത് നമ്മൾക്ക് ദൈവസന്നിധിയിൽ അവരെയൊക്കെ സമർപ്പിക്കാം. ചുരുക്കമായിട്ട് നിങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സമയമെടുത്ത് പ്രാർത്ഥിക്കണം. ഈ രൂപത്തിൽ നമ്മൾ കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. എല്ലാത്തിനും ഇതെല്ലാം തന്നതിന്, ദുരിതങ്ങളായാലും തന്നതിന് കൃതജ്ഞത അർപ്പിക്കണം. അതൊക്കെ നല്ല രീതിയിൽ നന്മയാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടും കൊണ്ട് നമ്മൾക്ക് ആ ഒരു പ്രത്യാശ നമുക്ക് തന്നതിന്, ആത്മാവിൽ തന്നിട്ടുള്ളതിന് നമ്മൾ കർത്താവിന് മുൻകൂട്ടി തന്നെ നമ്മൾ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു. നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. രോഗികളുടെ എല്ലാ രോഗബാധിത ഭാഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് ആവസിച്ച് അവയൊക്കെ സൗഖ്യപ്പെടുത്തി പൂർവ്വരൂപത്തിലാക്കി തീർക്കട്ടെ. ആദിയിലെ പോലെ അവിടുന്ന് സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, ഏദൻ തോട്ടത്തിലാക്കിയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ പൂർണ്ണമായ അവസ്ഥയിൽ, പൂർണ്ണമായ ദൈവിക പ്രാഭാവത്തിൽ ആയിരിക്കട്ടെ. അങ്ങനെ അവർ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ സർവ്വരോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം മാറിപ്പോകട്ടെ. മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവരുടെ മനസ്സുകളെല്ലാം സന്തോഷം കൊണ്ട് നിറയട്ടെ. ദൈവിക സന്തോഷം കൊണ്ട്, ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും അവരിൽ എപ്പോഴും കൂടുതലായിട്ട് ഇങ്ങനെ ഒഴുകിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെയുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിന് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു, കർത്താവേ ആശ്വാസം കൊടുക്കുന്നു. ആയതിലേക്ക് ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിച്ച് അങ്ങയെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുന്നു. സ്തോത്രവും പുകഴ്ചയും
എപ്പോഴും ആധിപത്യവും എല്ലാവിടത്തെയാണ് എപ്പോഴും അവിടത്തേക്ക് ഉണ്ടായിരിക്കട്ടെ, മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ.